പോലീസ് ഉപദ്രവിച്ചെന്ന കൊല്ലം CPM ലോക്കൽ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കണ്ണനല്ലൂർ SHOയ്ക്കെതിരെ നെടുമ്പന്ന നോർത്ത് ലോക്കൽ സെക്രട്ടറി സജീവാണ് പരാതി നൽകിയത്. മധ്യസ്ഥ ചർച്ചയ്ക്ക് എത്തിയപ്പോൾ ഉപദ്രവിച്ചു. ചാത്തന്നൂർ ACPക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. പാർട്ടി വിരുദ്ധ പോസ്റ്റ് അല്ലെന്നും പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്താൽ കുഴപ്പമില്ലെന്നും സജീവ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. എസ് വിനീഷ് കുമാർ ചേരുന്നു. വിനീഷ്, എന്താണ് ഈ സംഭവം? CPM നേതൃത്വം ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. സജിത്ത്, കൊല്ലം കണ്ണനല്ലൂർ SHOയ്ക്കെതിരെയാണ് നെടുമ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറിയുടെ ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. പോലീസ് ഉപദ്രവിച്ചു എന്നാണ് CPM ലോക്കൽ സെക്രട്ടറി സജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. സെപ്റ്റംബർ 4-നാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ മധ്യസ്ഥ ചർച്ചയുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയോടൊപ്പമായിരുന്നു കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സജീവ് എത്തിയത്. തുടർന്ന് SHOയുമായി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു തനിക്ക് ഇത്തരത്തിലുള്ള മോശം സമീപനവും മർദ്ദനവും ഉണ്ടായതെന്നാണ് സജീവിന്റെ പരാതിയിൽ പറയുന്നത്. തുടർന്ന് ചാത്തന്നൂർ ACPക്ക് പരാതി നൽകുകയും ചെയ്തു. പക്ഷേ ഇതിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അനുഭവങ്ങളാണ് ബോധ്യങ്ങൾ ആവുന്നത് എന്ന പേരിലാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പാർട്ടി വിരുദ്ധ പോസ്റ്റ് അല്ലെന്നും പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്താൽ തനിക്ക് കുഴപ്പമില്ലെന്നും സജീവ് ആ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ പോസ്റ്റ് അനുകൂലിച്ചും അതുപോലെ തന്നെ എതിർത്തും നിരവധി പേർ ഇതിൽ കമന്റ് ആയിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഒരു ചുമതലയുള്ള ഒരാൾക്ക് ഇത്തരം ദുരനുഭവം ഉണ്ടായാൽ ഒരു സാധാരണക്കാരന് എന്താവും ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിടേണ്ടി വരിക എന്നതടക്കമുള്ള ചില വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. സജീവ്, അതാണ് സാഹചര്യം. എന്തായാലും പോലീസിനെതിരെ പരാതിയുമായി രംഗത്ത് വരുന്നത് ലോക്കൽ കമ്മിറ്റി അംഗം തന്നെയാണ്. വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് ഉണ്ടായത്. മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി എത്തിയപ്പോൾ തന്നെ ആക്രമിച്ചു എന്നതാണ് ലോക്കൽ സെക്രട്ടറി തന്നെ ഉന്നയിച്ച ആക്ഷേപം. ഇടുക്കി ഇടമലക്കുടിയിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചത് 4 കിലോമീറ്റർ ദൂരം തോളിൽ ചുമന്ന്. കൂടല്ലാർകുടിയിലെ 60 വയസ്സുള്ള രാജാക്കന്നി എന്ന വയോധികയാണ് കിലോമീറ്ററുകൾ ദൂരം ചുമന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. കുടിയിലേക്ക് ആളുകൾ മഞ്ചൽ കെട്ടിയാണ് രാജാക്കന്നിയെ ആശുപത്രിയിൽ എത്തിച്ചത്. സ്റ്റാലിൻ ചേരുന്നുണ്ട്. സ്റ്റാലിൻ, എന്താണ് ഈ സംഭവം? ഇടമലക്കുടിയിൽ ഇത്തരം ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ അല്ലാതെ മറ്റെന്തെങ്കിലും സാധ്യതയുണ്ടോ എത്തിക്കാൻ? സജിത്ത്, ഇടുക്കിയിലെ ഗോത്രവർഗ മേഖലയിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇടമലക്കുടി സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്താണ് ഇടമലക്കുടി. 2010-ലാണ് ഇടമലക്കുടി പഞ്ചായത്ത് രൂപീകൃതമാകുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെയും അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാന ആവശ്യമാണ് ആതുര ശുശ്രൂഷ രംഗത്തുള്ള അവരുടെ പരിരക്ഷ. അത് അക്കാര്യത്തിലുള്ള ഒരു വീഴ്ചയാണ് ഇപ്പോഴും നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഏതായാലും കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇടമലക്കുടിയിലെ കൂടലാർകുടിയിലുള്ള വയോധിക രാജാക്കന്നി എന്ന് പറയുന്ന 60 വയസ്സുള്ള വയോധികയ്ക്ക് പനി ബാധിച്ചിട്ട് ഇവിടേക്ക് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് രാജാക്കന്നിക്ക് പനി ബാധിച്ചിട്ട് ഇടമലക്കുടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു. എന്നാൽ അവിടെ നിന്നും കാര്യമായ പ്രയോജനം ലഭിച്ചില്ല. രോഗം മൂർച്ഛിച്ചതോടുകൂടി അവിടെ നിന്ന് വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് കൂടലാർകുടിയിൽ നിന്നും 4 കിലോമീറ്റർ ദൂരം മഞ്ചൽ കെട്ടി ചുമന്ന് ആദിവാസി സഹോദരങ്ങൾ അവിടുന്ന് മഞ്ചൽ കെട്ടി ചുമന്ന് അടിമാലി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അതിനുവേണ്ടി ആനക്കുളം, അടിമാലിക്കടുത്തുള്ള മാങ്കുളം പഞ്ചായത്തിൽപ്പെട്ട ആനക്കുളത്തേക്കാണ് അവിടത്തേക്ക് ചുമന്ന് എത്തിക്കുന്നത്. അവിടെ നിന്ന് മാത്രമേ വാഹനത്തിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ആനക്കുളത്തു നിന്നുമാണ് വാഹനത്തിൽ അടിമാലിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഈ വരുന്ന വഴിയിൽ തന്നെ വലിയ ദുരിതങ്ങളാണ്. വഴി നല്ലതല്ല, കാട്ടിൽ കാനന പാതയാണ്. അവര് മഞ്ചൽ കെട്ടിയാണ് ഇവരെ കൊണ്ടുവരുന്നത്. അങ്ങനെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇത് സമാനമായിട്ടുള്ള സംഭവങ്ങൾ തൊട്ട് അടുത്ത നാളുകളിലും, പ്രത്യേകിച്ചും 2 ആഴ്ച മുമ്പാണ്
ഒരു പിഞ്ചു ബാലൻ കാർത്തിക് എന്ന് പറയുന്ന പിഞ്ചു ബാലൻ ഇത്തരത്തിൽ തന്നെ മരണപ്പെടുന്നത്. അതും പനി ബാധിച്ച് ഏറെ ദിവസങ്ങൾ എടുത്തു. പനി ബാധിച്ച് അവിടുന്ന് മൂർച്ഛിച്ചതിനെ തുടർന്ന് കൊണ്ടുവരുന്ന വഴിയിൽ വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. അത് ഈ രാജാക്കന്നിയുടെ കൊച്ചുമാനാണ്. എന്താണേലും ആദിവാസി മേഖലയിലുള്ള ചികിത്സാ രംഗത്തുള്ള ഏറ്റവും വലിയ ദുരിതമാണ് ഇപ്പൊ ഈ ഇടമലക്കുടിയിൽ. ഇതൊരു പുതിയ സംഭവമല്ല, സമാനമായിട്ടുള്ള സംഭവങ്ങൾ മുൻപും നടന്നിട്ടുണ്ട്. സജിത്ത്, അതാണ് സാഹചര്യം, ഇടമലക്കുടിയുടെ ബുദ്ധിമുട്ടുകൾ. പാലക്കാട് ഒറ്റപ്പാലത്ത് പൂക്കടയിലെ സംഘർഷത്തിൽ യുവാവിന് വെട്ടേറ്റു. കൂലി തർക്കത്തെ തുടർന്ന് പൂക്കട ഉടമയുമായി ഉണ്ടായ തർക്കത്തിനിടെയാണ് ഫെബിൻ എന്ന യുവാവിന് വെട്ടേറ്റത്. പൂക്കട ഉടമ സൈതാലിയെ പോലീസ് പിടികൂടി. ഫെബിൻ പൂക്കടയിൽ ജോലി ചെയ്തതിൻ്റെ കൂലി ചോദിച്ചതാണ് തർക്കത്തിന് കാരണം. തലയ്ക്കും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റ ഫെബിൻ ആശുപത്രിയിലാണ്. കൊല്ലം കൊട്ടാരക്കര പുത്തൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു. കുഴക്കാട് സ്വദേശി ശ്യാം സുന്ദറാണ് കൊല്ലപ്പെട്ടത്. പ്രതി ധനേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുത്തൂർ കുഴക്കാടുമുക്കിലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊലപാതകം നടന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഈ വീട്ടിലായിരുന്നു 44 വയസ്സുള്ള ശ്യാം സുന്ദറിനെ അതിദാരുണമായി കുത്തി കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്കാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ശ്യാം സുന്ദർ മാത്രമായിരുന്നു ഈ വീട്ടിൽ താമസിച്ച് വന്നിരുന്നത്. പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അയൽവാസിയായ ധനേഷാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇരുവരും തമ്മിലുള്ള വിരോധമായിരുന്നു ഇത്തരത്തിലുള്ളൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഏകദേശം 4 വർഷം മുൻപാണ് ഈ ശ്യാം സുന്ദറിൻ്റെ ഭാര്യ ധനേഷിനോടൊപ്പം പോയത്. ഇതുമായി ബന്ധപ്പെട്ട ചില വിരോധം ഇരുവരുടെയും ഇടയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇരുവരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്നുണ്ടായ ഒരു വിരോധമായിരുന്നു രാത്രിയിൽ ഇവിടെ എത്തിയ ധനേഷ് ഈ ശ്യാം സുന്ദറിനെ കുത്തിക്കൊലപ്പെടുത്തിയതെന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 12 മണിയോടുകൂടി ഒരു അയൽവാസി ഈ വിവരം അറിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു നിന്ന ശ്യാം സുന്ദറിനെ കാണാനിടയായത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ശ്യാം സുന്ദറിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ശ്യാം സുന്ദറിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളത് ദുഃഖകരമായൊരു വാർത്തയാണ്. എന്തായാലും ഈ പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഫോറൻസിക് സംഘമടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിവരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് ഒരു മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന വയനാട് ബത്തേരി സ്വദേശി രതീഷാണ് മരിച്ചത്. ഇദ്ദേഹത്തിന് മറ്റ് സാരമായ അസുഖങ്ങൾ കൂടി ഉണ്ടായിരുന്നതായി മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നു. സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ്. ഇന്ന് ഗ്രാമിന് 80 രൂപയാണ് വർദ്ധിച്ചത്. 9,945 രൂപയും പവന് 640 രൂപ വർദ്ധിച്ച് 79,560 രൂപയുമായി. സ്വർണ്ണവില ഗ്രാമിന് 10,000 രൂപയിലേക്ക് എത്താൻ ഇനി 55 രൂപ മാത്രം മതി. സ്വർണ്ണവില 1 ലക്ഷത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായി പ്രമുഖ സ്വർണ്ണ വ്യാപാരിയായ ഭീമ ഗോൾഡ് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ ന്യൂസ് 8നോട് പറയുന്നു. നമ്മുടെ ഇന്റർനാഷണൽ ലെവലിലുള്ള ചേഞ്ചസ്, അതായത് ട്രംപിന്റെ റിസൾട്ടും ലണ്ടൻ മാർക്കറ്റിലെ അപൂർവമായ സ്വർണ്ണവില ഉയർച്ചയും കാരണമാണ് കേരളത്തിലും കൂടാൻ കാര്യം. അത് നമ്മുടെ കേരളത്തിലെ ആൾക്കാരൊന്നും പ്രതീക്ഷിച്ചതല്ലെങ്കിൽ തന്നെയും അത് താങ്ങാവുന്നതിനൊക്കെ കൂടുതലാണെങ്കിൽ തന്നെയും അവരത് സഹിച്ച് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സ്വർണത്തിന് എപ്പോഴും നല്ല വില എപ്പോഴും ഓരോ കൊല്ലം കൂടുന്നത് കൊണ്ട് അവർക്ക് വിഷമമില്ല. കല്യാണത്തിന് ഇത് അത്യാവശ്യമായൊരു കാര്യമാണ്. അല്ലെങ്കിൽ തന്നെയും അത് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞാൽ എല്ലാം വില കൂടുമെന്നുള്ളൊരു പ്രതീക്ഷ കാരണം ആൾക്കാർക്ക് അതിന് വിഷമമില്ല. അവര് മേടിക്കുന്നത് അന്നത്തെ വിലയേക്കാൾ 6 മാസത്തെ അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ കഴിഞ്ഞൊക്കെ കുറവാണെന്നുള്ളൊരു സമാധാനം അവർക്കുണ്ട്. 90 ആയിരിക്കാം, 1 ലക്ഷം ആയേക്കാം ഒരു കൊല്ലത്തിന്. അത് നമ്മൾ ആർക്കും പ്രയോഗിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ വില കൂടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല.